Welcome to the world of melody, and I welcome you melodiously. പറയൂ നിൻ ഗാനത്തിൽ നുകരാത്ത തേനിൻ്റെ മധുരിമേ ഇങ്ങനെ വന്നു. നിശയുടെ മടിയിൽ നീ വന്നു പിറന്നൊരാ നിമിഷത്തിൻ ധന്യതയാലോ. കാലം കഴിയുന്തോറും മാധുര്യമേറുന്ന ശബ്ദവും സംഗീതവും. ജന്മസിദ്ധമായ ഈ വരദാനത്തിനെ സംഗീത തപസ്സുകൊണ്ട് സഫലവും ധന്യവുമാക്കിയ മലയാളത്തിൻ്റെ സംഗീത വിസ്മയം. മലയാളികളെന്നും മൂളി നടക്കുന്ന ഗാനങ്ങൾ നമുക്കായി ഇതാ വീണ്ടും പാടുന്നു. Symphony Television is very proud to present before you today, in today's melody, the greatest of singer, the evergreen, ജയചന്ദ്രൻ. ഇന്ന് മെലഡിക്ക് ഒരു സുവർണ ദിവസമാണ്. കാരണം സ്വർണത്തിന് സുഗന്ധം പോലെ ജയേട്ടൻ മെലഡിയിൽ വന്നു. എത്ര നാളായിട്ടുള്ള കാത്തിരിപ്പ, എത്ര നാളായിട്ട് ഞാൻ വിളിച്ചോണ്ടേ ഇരിക്കും അല്ലേ ചേട്ടാ? അപ്പൊ ആദ്യത്തെ പാട്ട് ഞാൻ പറയുമ്പോ ചേട്ടൻ ആദ്യമായിട്ട് പാടിയ പാട്ട് ഏതാ? ആദ്യം കുഞ്ഞാലി മരക്കാർ സിനിമയിൽ ആദ്യം കുഞ്ഞാലി മരക്കാർ എന്ന ചിത്രത്തില് ഒരു മുല്ല പൂമാലയുമായി എന്നൊരു പാട്ട്, അതാണ് ആദ്യം പാട്ട്. അതാണ് ആദ്യം പാട്ട്. പക്ഷെ ആദ്യം ഇറങ്ങിയത് പാട്ട്, ഫസ്റ്റ് ഇറങ്ങിയ പാട്ട് മഞ്ഞലയിൽ മുങ്ങിച്ചു അല്ലേ? കാരണം പെട്ടെന്ന് ഏത് മലയാളി ജനങ്ങൾ കേൾക്കണ എന്റെ ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് മഞ്ഞലയിൽ മുങ്ങി തോർത്തിയാണ്. റിലീസായതും അതായിരുന്നു. അതെ അതെ അല്ലേ? എന്ന് മാത്രമല്ല അതിനകത്ത് രണ്ട് ഒന്ന് ജയേട്ടന്റെ ശബ്ദം, രണ്ടാമത് പ്രേമചകോരി എന്നുള്ള ഭാസ്കരൻ മാഷിന്റെ ആ പദം, അത് രണ്ടുമായിരുന്നു ശരിക്കും. അതോടുകൂടി അതൊരു ആദ്യത്തെ പാട്ട് സൂപ്പർ ഹിറ്റായ എത്ര പേരുണ്ട് ലോകത്ത് അല്ലേ? അപ്പൊ നമുക്ക് ആ പാട്ടിൽ തുടങ്ങാം അല്ലേ? മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു, കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു, കൺമണിയെ കണ്ടില്ലല്ലോ, എന്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. ചേട്ടാ ഈ പാട്ടില് ഇതല്ലാതെ ഒരു ശരണം കൂടെ ഉണ്ടെന്ന് തോന്നല്ലേ? അത് കഥ മുഴുവൻ തീരും മുമ്പേ, യവനിക വീഴും മുമ്പേ, കവിളത്തു കണ്ണീരോടെ, കഥനത്തിൻ കണ്ണീരോടെ കടന്നുവല്ലോ അവൾ, നടന്നുവല്ലോ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി. ഇതാണ് ഫുൾ സോങ്. അതെ, ഇത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഉണ്ട്, ഒരു ചരണം കൂടി. അത് ഫിലിമിലുണ്ടായിരുന്നു, റെക്കോർഡിനകത്തില്ല. ഇല്ല, എനിക്കൊന്ന് അന്നത്തെ കാലത്ത് ഈ 78 സമയമാണല്ലോ അത്. എനിക്ക് തോന്നുന്നൊരു എല്ലാരും കേട്ടിട്ടില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയില്. എനിക്ക് തന്നെ ഒരു നേരിയ ഓർമ്മ മാത്രമേ ഉള്ളൂ. അത് കൂടെ ഒന്ന് പാടാമോ? പാടാം. വേദന തന്നോടക്കുഴലായി പാടി പാടി ഞാൻ നടന്നു,
വേദന തന്നോടക്കുഴലായി പാടി പാടി ഞാൻ നടന്നു. മൂടുപടം മാറ്റി വരൂ നീ രാജകുമാരി, കുമാരി കുമാരി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു. നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി. ഈ പ്രേമചകോരി മെലഡിക്ക് മാത്രം സ്വന്തം. കാരണം ഈ പാട്ട് അങ്ങനെ ഈ മുഴുവനായിട്ട് ആരും കേട്ടിട്ടുണ്ടാവില്ല, അല്ലേ? ചേട്ടാ ഞാൻ ചോദിക്കട്ടെ, ചേട്ടൻ ശരിക്കും പാട്ടല്ല പഠിച്ചത്, മൃദംഗമാണ് പഠിച്ചത്? മൃദംഗമാണ് കൂടുതൽ പഠിച്ചത്. എന്താ അങ്ങനെയായിരുന്നു. അവൻ്റെ അമ്മയ്ക്ക് വലിയ താല്പര്യം ഞാൻ മൃദംഗം പഠിക്കണമെന്ന്. അത് ശരി. അതെ, അങ്ങനെ മൃദംഗം ഒരു മാസ്റ്ററെ വിളിച്ചു വരുത്തി വീട്ടിൽ നിന്ന് പഠിക്കായിരുന്നു മൃദംഗം. അത് കഴിഞ്ഞിട്ടാണ് പാട്ടുകാരനായത് ഞാൻ. അതെ. അപ്പം താളത്തിൽ നിന്നാണ് ലയത്തിലേക്ക്, പിന്നെ അവിടെ നിന്ന് രാഗത്തിലേക്ക് എത്തിയത്, അല്ലേ? എന്ന് പിന്നെ സ്കൂൾ യുവജനോത്സവത്തിൽ അങ്ങനെ ഒരു സ്കൂൾ യുവജനോത്സവം. അപ്പൊ ആ യുവജനോത്സവത്തിലാണ് ദാസേട്ടൻ ഒന്നിച്ച് പാടിയത്. ദാസേട്ടന് പാട്ടിന് കിട്ടി, എനിക്ക് മൃദംഗത്തിന് സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടി. എന്നിട്ട് രണ്ടുപേരും പാടിയിട്ട് ഞാൻ മൃദംഗം വായിക്കേണ്ടത് ഒരേ സ്റ്റേജില്. ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, എപ്പോഴും ഇരിക്കുന്നുണ്ട്. ആണല്ലേ? അത് ശരി. അതെന്തൊരു കോയിൻസിഡൻസ്. പാടുന്നതും ഞാൻ മൃദംഗം വായിക്കുന്നതുകൊണ്ട് ഒരു ഫോട്ടോ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഏത് വർഷമൊക്കെ ആയിരിക്കും? 1958. ഓ ശരി, 58 അല്ലേ? ചരിത്ര സംഭവങ്ങളല്ലേ? എന്നതിൽ അന്ന് അതിലും ഒരു നിമിത്തം. അന്ന് തന്നെ രണ്ടുപേരും ഒന്നിച്ചെത്തിയിരിക്കണം, അല്ലേ? ചേട്ടാ ആദ്യം ദേവരായ മാസ്റ്റർക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് പാടി, പിന്നെ അതിനുശേഷം പിന്നെ ദേവരായ മാസ്റ്റർക്ക് വേണ്ടിയിട്ട് പിന്നെയും ഒന്ന് അടുത്തടുത്ത പാട്ടുകളാണ്. തൂക്കൽ കഥ പറയുന്നതാണ്. അതെ, പിന്നെ പൂവും പ്രസാദവും. അതിന് മുമ്പ് ഡ്യുവറ്റ്സ് ഒരു ഡ്യുവറ്റ് പാടിയിട്ടുണ്ട്. ഒരു അല്ലിയാമ്പൽ പൂവുകളെ, അടുത്ത നിൽക്കുന്ന കാത്തിരികളെ, ഞാനും ജാനകിയമ്മയും കൂടെ ഒരു ഡ്യുവറ്റ് അത് പാടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ മകരം പോയിട്ടും മാടമുണർന്നിട്ടും മാറത്തെ കുളിരൊട്ടും പോയില്ലേ, ഇവിടുത്തെ കത്രീന. അതെ, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാബുരാജിന് വേണ്ടി പാടുന്നത്, അല്ലേ? അനുരാഗ ഗാനം പോലെ, അല്ലേ? യൂസഫ് അലിയുടെ, അദ്ദേഹത്തിന്റെ അപ്പൊ ആ പാട്ടൊന്ന്. കാരണം ജയത്തിനെ പറ്റി പറയണത് ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള, അതെനിക്ക് അറിയില്ല എങ്ങനെ ഇത്രയും ഒരു പ്രണയം ഈ ശബ്ദത്തിൽ വന്നു എന്ന്. ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള ശബ്ദം ജയത്തിനെ എന്നാ പറയാ. അപ്പൊ അനുരാഗ ഗാനത്തിൽ കൂടെ തന്നെ നമുക്കൊന്ന് കേൾക്കാം. അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ? മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ? മഴവില്ലിൻ നാട്ടിലെ കന്യകൾ ചൂടുന്ന, മഴവില്ലിൻ നാട്ടിലെ കന്യകൾ ചൂടുന്ന മരതകമാണിക്യമണിയാണോ? അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ
ദേവതേ